ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ള റെഡിയാറിലാണ് കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ എന്താ പോണേന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ചെന്നൈയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇപ്പോൾ കൊല്ലത്തു നിന്നാണ് ട്രെയിൻ. അപ്പോൾ പോകാനുള്ള റെഡിയാകലൊക്കെ കഴിഞ്ഞു. അപ്പോൾ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വഴിയെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനും അപ്പോൾ തന്നെ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായി വന്നപ്പോൾ തന്നെ. അങ്ങനെ ട്രെയിനിൽ കയറി. നമ്മുടെ ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെയാണ് എടുത്തു കേട്ടോ. അങ്ങനെ എന്തായാലും കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റിരുന്ന വ്യൂസും കാര്യങ്ങളും ഒക്കെ കാണുവാണ്. അപ്പോൾ നമുക്ക് സൈഡ് സീറ്റാണ് നമുക്ക് റിസർവ്ഡ് ആയിരുന്നത്. അതുകൊണ്ട് സൈഡ് വ്യൂസൊക്കെ നല്ലതായിട്ട് കാണാൻ പറ്റി. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും സൈഡ് വ്യൂ കിട്ടുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് ഈ സൈഡ് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ഏകദേശം നമ്മുടെ ചെന്നൈയുടെ പരിസര ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട്. ചെന്നൈ എത്താറായിട്ടുണ്ട്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണിത് കേട്ടോ. അങ്ങനെ എന്തായാലും ഫസ്റ്റ് വരുന്ന എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും എനിക്ക് ചെന്നൈ ഇപ്പോൾ വരുമ്പോൾ ഇല്ല. കാരണം ഒരുപാട് തവണ ഇപ്പോൾ വന്നു പോയതുകൊണ്ടാവും. അങ്ങനെ 12:30 ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പ്. ഇന്നലെ രാത്രിയും കഴിച്ചിട്ടില്ല, ഇന്ന് രാവിലെയും കഴിച്ചിട്ടില്ല ഫുഡ്. അപ്പോൾ ഇനി പോയിട്ട് വേണം നല്ല പോലെ ഒന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ചെന്നൈ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടല്ലോ. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് പോലെയല്ല, വല്ലാത്തൊരു എന്താ പറയുന്നത്, വേറൊരു രീതിയിലൊക്കെയാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. നമുക്കിവിടെ വന്ന് ചെന്നൈയുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ നമ്മൾ ഹോട്ടലിലോട്ടാണ് വന്നത്. ഇവിടെ വന്ന അത്യാവശ്യം നല്ലൊരു ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ്. ഇവിടെ അടുത്തൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഹോട്ടലിലോട്ട് വന്നത്. അപ്പോൾ അവരെല്ലാം പ്രിഫർ ചെയ്ത് ഈ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ താഴെ നല്ല തിരക്കുണ്ട്. അപ്പോൾ മുകളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്, AC ഹാളിൽ. അല്ലാത്ത മുകളിൽ തന്നെ വേറെ ഹാളുണ്ട്, അവിടെയും ഭയങ്കര തിരക്കായതുകൊണ്ടാണ് നമ്മൾ AC ഹാളിലോട്ട് കയറിയിരുന്നത്. അപ്പോൾ നമ്മളൊരു പൊടിദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ദോശയായിരുന്നു കേട്ടോ. ഈ പിച്ചി കളയുന്ന വേറെ ഒന്നുമല്ല, അത് കൊണ്ടുവച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി തറയിൽ. അപ്പോൾ അതങ്ങ് ഞാൻ പിച്ചി കളഞ്ഞതാണ്. അപ്പോൾ പൊടിദോശയൊക്കെ സൂപ്പറായിരുന്നു. അടിപൊളി ദോശയും കാര്യങ്ങളും ഫുഡൊക്കെ നല്ലതായിരുന്നു. ഇത് താഴത്തെ തിരക്കാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്കറ്റിലോട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു നല്ല ബഹളമാണ് കേട്ടോ, ഭയങ്കര തിരക്ക്. അതേ കണക്ക് ഇത് ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. ഇവിടെ മൊത്തം ഫ്രൂട്ട്സിൻ്റെ ഒരു ബഹളം, ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഒരു മേള തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ പൂണ്ട കണ്ടോ, എത്രത്തോളം എൻ്റെ വീഡിയോ വലുതാണെന്ന് അറിയത്തില്ല, ഭയങ്കര വലിയ പൂണ്ടാണ്. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേ കണക്ക് നമ്മുടെ പോംഗ്രാനൈറ്റൊക്കെ ഇല്ലേ, നമ്മുടെ മാതളമൊക്കെ ഭയങ്കര ഫ്രഷ് സാധനം, നല്ല റെഡ് കളറിലൊക്കെ ഇരിക്കുന്ന മാതളമൊക്കെയാണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ആണോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര അടിപൊളി ഫ്രൂട്ട്സും നല്ല പച്ച ഫ്രൂട്ട്സും ഒക്കെയാണ്. വിലക്കുറവ് ഏകദേശമൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ, നല്ല വിലക്കുറവുണ്ട്. അങ്ങനെ ഇവിടെ എല്ലാം തെണ്ടി നടന്നിട്ട് റൂമിലൊക്കെ പോയി ഫ്രഷായി വീണ്ടും ഇവിടെയൊക്കെ തെണ്ടാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോസിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. കാരണം അതൊന്നും വീഡിയോ പിടിക്കാനുള്ള സമയങ്ങളും സന്ദർഭങ്ങളും ഒന്നും എനിക്ക് കിട്ടിയില്ല. വേറെ തിരക്കുകളൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ വീണ്ടും ഫുഡൊക്കെ കഴിക്കാം. ഇവിടുത്തെ ചിക്കനും മട്ടനും ഒക്കെയാണ് കേട്ടോ. എല്ലാം കൊണ്ട് എൻ്റെ മുമ്പിൽ വെച്ചു. പക്ഷേ ഇതൊന്നും ഞാൻ കഴിക്കത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിയിട്ട് വീണ്ടും രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ ഇഡ്ഡലി ഉണ്ടല്ലോ, സൂപ്പർ ഇഡ്ഡലിയാണ് കേട്ടോ. ഈ ഹോട്ടൽ ഞാൻ 3 പ്രാവശ്യം 3 ഹോട്ടലിലാണ് കയറിയത്. പക്ഷേ ഈ ഹോട്ടലിലെ ഫുഡ് അടിപൊളി. ഇഡ്ഡലിയും സാമ്പാറും പുതിന ചട്നിയും ഈ വടയുണ്ടല്ലോ, അടിപൊളി നല്ല സോഫ്റ്റ് വട ചൂടോടെ കൊണ്ടുവച്ചു. അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിന ദോശയും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ. എല്ലാം കൂടെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഇന്ന് എനിക്ക് ട്രെയിനുണ്ട്, അത് 12:30 അപ്പോൾ റിസർവ് ചെയ്തിട്ടില്ല, റിസർവ് ചെയ്യാതാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ചെന്നില്ലേ സീറ്റൊന്നും കിട്ടത്തില്ല. എന്തായാലും സ്ലീപ്പറി സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് നേരം കൂടെ തിണ്ടിയൊക്കെ നടന്നിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനൊക്കെ കയറി നേരെ നമ്മൾ വെളുപ്പിന് 4:30 ആയി കേട്ടോ. 4:30, 4:45, 5 മണിയോളമായി നമ്മൾ കൊല്ലത്തെത്തിയപ്പോൾ. അപ്പോൾ എന്നെ മോൻ കൂട്ടാൻ വന്നു. അങ്ങനെ മോനുമായിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.